ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് മന്ത്ര. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്റർനെറ്റിലൂടെ ഓൺലൈനായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ലൂഡോ. ഇത് വളരെ ത്രില്ലിങ്ങും ഇൻട്രസ്റ്റിങ്ങുമാണ്. വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവരും ഈ ഗെയിം കളിക്കണമെന്ന് വാശി പിടിച്ച് കാണും. നമ്മളൊരു പക്ഷേ ചിലപ്പോഴെങ്കിലും മൊബൈൽ അവർക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടും ഉണ്ടാകും. എന്നാൽ അത് അത്ര നല്ലതല്ലല്ലോ. അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ വീഡിയോ. ലൂഡോ ഗെയിം വീട്ടിലിരുന്നു കൊണ്ട് വീട്ടിലുള്ളവരുമായി ചേർന്ന് സന്തോഷത്തോടു കൂടി കളിക്കാൻ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. പേപ്പറിൽ ലൂഡോ ഗെയിം വരച്ചെടുത്ത് പേപ്പർ കൊണ്ട് തന്നെ ഡയസും മറ്റു കരുക്കളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ലൂഡോ ഗെയിം ബോർഡ് വരച്ചെടുക്കാനായിട്ട് ഞാനിവിടെ 4 A4 ഷീറ്റ് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. വരയ്ക്കുവാനായിട്ട് ഒരു ബ്ലാക്ക് സ്കെച്ച് പെന്നും നീളമുള്ള ഒരു സ്കെയിലും എടുത്തിട്ടുണ്ട്. മറ്റു കളറുകൾക്ക് വേണ്ടിയിട്ട് യെല്ലോ, ഗ്രീൻ, ബ്ലൂ, റെഡ് ഈ സ്കെച്ച് പെൻസും എടുത്തു വെച്ചിട്ടുണ്ട്. A4 ഷീറ്റ് പേപ്പേഴ്സ് ഒട്ടിച്ചെടുക്കാനായിട്ട് ഒരു ഗമ്മും. നമുക്ക് ആദ്യം തന്നെ ഈ 4 A4 പേപ്പേഴ്സും ഈ ഗമ്മ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ കുറച്ച് വലിയ ഗെയിം ബോർഡാണ് പ്ലാൻ ചെയ്യുന്നത്. 37.5 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു സ്ക്വയർ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 A4 ഷീറ്റ് പേപ്പേഴ്സ് എടുത്തിട്ടുള്ളത്. ഞാൻ അളവുകൾ കൃത്യമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ലൂഡോ ഗെയിം ബോർഡിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, കുഞ്ഞു കുഞ്ഞു സ്ക്വയേഴ്സ് കൊണ്ടിട്ടാണ് അതിലെ കളങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കൃത്യമായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായ അളവുകൾ പറയുന്നത്. 37.5 സെന്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു വലിയ സ്ക്വയർ വരയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ സ്ക്വയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്ക്വയറിന്റെ 4 സൈഡ്സിലും 2 അറ്റത്തു നിന്നും 15 സെന്റിമീറ്റർ നീളം വരുന്ന പോയിന്റ് അടയാളപ്പെടുത്താം. എല്ലാ സൈഡ്സിലും അടയാളപ്പെടുത്തി 2 അറ്റത്തു നിന്നും 15 സെന്റിമീറ്റർ വരുന്ന പോയിന്റ്സ് അടയാളപ്പെടുത്തി. നമുക്ക് 2 പോയിന്റ് കിട്ടി. ആ 2 പോയിന്റിന്റെയും ഇടയ്ക്ക് 2.5 സെന്റിമീറ്റർ വെച്ച് പോയിന്റ് ചെയ്യുക. അതായത് സ്കെയിൽ വെച്ചിട്ട് 2.5 സെന്റിമീറ്റർ കഴിയുമ്പോൾ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. വീണ്ടും 2.5 സെന്റിമീറ്റർ കഴിയുമ്പോൾ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. അങ്ങനെ നമുക്ക് 2 പോയിന്റ് അടയാളപ്പെടുത്താൻ കിട്ടും. അങ്ങനെ എല്ലാ സൈഡ്സിലും 4 സൈഡ്സിലും അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുക. നമ്മൾ 4 സൈഡ്സിലും ഇതുപോലെ 2.5 സെന്റിമീറ്റർ ഗ്യാപ്പിൽ പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാം. ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. നമ്മൾ ആ പോയിന്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകൾ കൂട്ടി ജോയിൻ ചെയ്യാം. നമുക്ക് 4 സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കണം. നമുക്കപ്പം 3 കോളംസ് കിട്ടും. നമ്മളിപ്പം 2 സൈഡ്സിലെയും പോയിന്റ്സ് കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഓരോ സൈഡിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2.5 സെന്റിമീറ്റർ വെച്ച് പോയിന്റ് ചെയ്യാം. അതായത് 0 സ്കെയിൽ വെച്ചാൽ 2.5 മാർക്ക് ചെയ്യുക, 5 മാർക്ക് ചെയ്യുക, 7.5 മാർക്ക് ചെയ്യുക, 10 മാർക്ക് ചെയ്യുക, അങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് പോവുക. ഇതുപോലെ എല്ലാ സൈഡ്സിലും ചെയ്യണം. ഈ പോയിന്റ്സ് പരസ്പരം ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ ആക്കുകയും വേണം. ഒരു സൈഡിലെ പോയിന്റ്സ് എല്ലാം മാർക്ക് ചെയ്തു. നമ്മളത് സ്ട്രെയിറ്റ് ലൈൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ ബാക്കി 3 സൈഡ്സിലും വരച്ചെടുക്കണം. നമ്മളിപ്പോൾ എല്ലാ സൈഡ്സിലും വരച്ചെടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുഞ്ഞ് കോയിൻ കൊണ്ടോ 4 വട്ടങ്ങൾ വരയ്ക്കാം. ഞാനിപ്പം ആ ഗമ്മിന്റെ കുപ്പിയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 സൈഡിലും വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ വട്ടങ്ങൾക്ക് കളർ കൊടുക്കാം. ഗെയിം ബോർഡിൽ കൊടുത്തിരിക്കുന്നത് ബ്ലൂവും യെല്ലോയും ഗ്രീനും റെഡും ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള കളറുകൾ കൊടുക്കാം. ഇനി കളറൊന്നും കൊടുത്തില്ലെങ്കിലും നമുക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റും. നമ്മുടെ ഗെയിം ബോർഡ് കുറച്ച് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കളർ കൊടുക്കുന്നു എന്ന് മാത്രം. നമ്മുടെ ഗെയിം ബോർഡ് ഇപ്പോൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കളർ കൊടുക്കൽ മാത്രമേ ഉള്ളൂ.
കളർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. കളർ കൊടുക്കുമ്പോൾ നമ്മുടെ ഗെയിം ബോർഡ് കുറച്ച് അട്രാക്റ്റീവ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കളിക്കാനായിട്ട് കളർ വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ എല്ലാ സർക്കിൾസും കളർ കൊടുത്തു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സെന്റർ പോയിന്റ്. ഈ സെന്റർ പോയിന്റിൽ നിന്നും ഈ 4 കോർണറുകളിലേക്കും നമുക്ക് ഒരു ലൈൻ കൊടുക്കാം. കാരണം ഈ ഭാഗത്തേക്കാണ് നമ്മുടെ എല്ലാ കരുക്കളും എത്തിച്ചേരേണ്ടത്. നമ്മുടെ ഗെയിം എന്ന് വെച്ചാൽ ഒരാൾക്ക് 4 കരുക്കളുണ്ടാവും. ഈ 4 കരുക്കളും ഈ സെന്ററിലേക്കാണ് എത്തേണ്ടത്. അതിനുള്ള പാത്താണിത്. ആ പാത്തും കൂടി നമുക്ക് കളർ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ഫിഗറാണ് ലൂഡോയുടെ ഗെയിം ബോർഡ്. അതുപോലെ തന്നെ വരച്ചെടുക്കാനാണ്, കളർ ചെയ്തെടുക്കാനാണ് ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ കളറിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് 4 സ്റ്റാർസ് കൂടി വരച്ചു കൊടുക്കണം. അതിനും കറക്റ്റ് പൊസിഷൻ ഉണ്ട്, അവിടെ തന്നെ വേണം വരയ്ക്കാനായിട്ട്. ഞാൻ ജസ്റ്റ് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് 4 സ്ക്വയറുകൾക്കും ഒരു ബോർഡറും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്. നമ്മുടെ ഗെയിം ബോർഡ് കുറച്ച് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ഈ ഗെയിം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് കളിക്കുന്ന ആളുകളുടെ കരുക്കളെ വെട്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ചെസ്സൊക്കെ കളിക്കുന്ന പോലെ. സ്റ്റാർ ഷേപ്പിലുള്ള കളത്തിലിരുന്നാൽ അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള കളത്തിലിരുന്നാലും നമ്മളെ ആർക്കും വെട്ടാൻ പറ്റില്ല. നമ്മൾ സേഫാണ്. അങ്ങനെയാണ് ഈ ഗെയിം നമ്മൾ കളിക്കുക. നമ്മൾ സ്റ്റാർസും വരച്ചു കഴിഞ്ഞു. ഇതിലൂടെയാണ് സെൻറ്ററിലേക്ക് നമ്മുടെ കരുക്കളെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ സെൻറ്ററിലേക്ക് വരുന്ന ഭാഗത്ത് അതാത് കളറിൻ്റെ ഒരു ആരോയും കൂടി വരച്ചു കൊടുക്കാം. മിനിമം കളിക്കാനായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് പേപ്പറും പെൻസിലും വെച്ച് വരച്ചെടുത്താൽ മാത്രം മതി. ഒരാൾക്ക് 4 കരുക്കളാണ് ഉണ്ടാവുക കളിക്കാനായിട്ട്. കരുക്കൾ എന്ന് വെച്ചാൽ ഗെയിമിംഗ് ഒബ്ജക്ട്സ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഡയസാണ്. വീട്ടിൽ എണിയും പമ്പും കളിക്കാനുള്ള കരുക്കളും ഡയസും കയ്യിലുണ്ടെങ്കിൽ ആ ഡയസ് യൂസ് ചെയ്യാം. അതല്ല, ഡയസ് ഇല്ല എന്നുണ്ടെങ്കിൽ പേപ്പർ വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡയസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ലൂഡോ ഗെയിം ബോർഡ് എല്ലാം വരച്ച് റെഡി ആയിട്ടിരിക്കും. എങ്ങനെയാണ് കളിക്കുക എന്നുള്ളതിൻ്റെ ഈസി മെത്തേഡുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.